മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹാർദ്ദ വേദിയിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു, ശബരിമല കേന്ദ്രം ഏറ്റെടുക്കും. അതും ഏക സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കി അതിലൂടെയാണ് കേന്ദ്രം ശബരിമലയെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഈ ഒരു പ്രഖ്യാപനം കേട്ട് സുഡാപ്പികളൊക്കെ വളരെ വലിയ രീതിയിൽ കുരുപൊട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. ഹിന്ദു വിശ്വാസികളുടെ കാര്യത്തിൽ പോലും എന്തിനാണ് സുഡാപ്പികൾ ഇടപെടുന്നത് എന്നൊരു വലിയ ചോദ്യമുണ്ട്. നമുക്ക് അത്തരം അവരുടെ ആ കുരുപൊട്ടലിലേക്കൊക്കെ തന്നെ പോവാം. അതിനു മുമ്പ് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത് നമുക്കൊന്ന് ആദ്യം കേട്ടു നോക്കാം. സാർ നമസ്കാരം. സാർ, എൻ്റെ പേര് അല്ലെന്നാണ്. ഒരു നിയോഗം പോലെ പുറക്കാട്ടുകാവ് സേവാ ചാരിറ്റബിൾ സൊസൈറ്റി അങ്ങിരിക്കുന്ന മൈതാനത്തിന്റെ ഒരു നിയോഗം പോലെ പ്രസിഡന്റായ ആളാണ്. എനിക്ക് ഉന്നയിക്കാനുള്ളൊരു കാര്യം ശബരിമല തന്നെയാണ്. ശബരിമലയിൽ രാത്രിയിൽ നാടിനും വീടിനും കൊടുക്കാത്ത കുറച്ച് ആൾക്കാരെ കയറ്റുന്നൊരു ഭാഗമുണ്ടായി. അതിനുശേഷം ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടില്ല. ഒരു പ്രത്യേക ഒരു തീരുമാനമുണ്ട് മനസ്സിൽ. ആ തീരുമാനം നടന്നതിന് ശേഷം മാത്രം അന്നത്തെ ദിവസം തന്നെ മാലയിടും, ശബരിമലയ്ക്ക് പോകുമെന്ന് നിശ്ചയിച്ചേക്കുന്ന ആളാണ്. ആ തീരുമാനം പൂർണ്ണമായി നടക്കണമെന്ന് യൂണിഫോം സിവിൽ കോഡ് വരുത്തും. അന്ന് അതിനെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ തസ്കരന്മാരാരാണെന്ന് നിങ്ങൾ പ്രത്യേകം കുറിച്ചു വെച്ചോണ്ട്. അവരൊന്നും ഈ രാഷ്ട്രീയ ഭൂമുഖത്തുണ്ടാവാൻ പാടില്ല. തുല്യതയ്ക്ക് വേണ്ടിയാണ്. എല്ലാ വ്യക്തിക്കും തുല്യത, എല്ലാ ജാതിക്കും തുല്യത. അത് വന്നു കഴിയുമ്പോൾ എങ്ങനെയൊക്കെയാണോ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടക്കുന്നത് അതുപോലെ നമ്മുടെ അമ്പലങ്ങളും നടക്കണം എന്ന് പറയുന്ന അഡീഷണൽ ആയിട്ടുള്ള ബില്ല് അതിന്റെ പിറകെ വരും. അന്ന് ഈ ദേവസ്വങ്ങളുടെ എല്ലാം അവസാനമായിരിക്കും. ഉറപ്പാണ്, വാഗ്ദാനമല്ല, ഇത് നടക്കും. നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമായിട്ട് പറയുന്നു, UCC നിലവിൽ വരും, ഏക സിവിൽ കോഡ് നിലവിൽ വരിക തന്നെ ചെയ്യും. അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അമിത്ഷാ സഭയിൽ പ്രഖ്യാപിച്ചതാണ്, വളരെ പെട്ടെന്ന് തന്നെ വരുമെന്നുള്ളത്. അത് വരുന്നതോട് കൂടിയിട്ട് ശബരിമലയെ കേന്ദ്രം ഏറ്റെടുക്കുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏക സിവിൽ കോഡ് എന്നൊക്കെ കേൾക്കുമ്പോഴേക്ക് ഇവിടെ ഒരുപാട് ജിഹാദികൾക്ക് കുരുപൊട്ടും. അവരോടൊക്കെ പറയാനുള്ളത്, ലോകത്ത് ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളിലും ഒരൊറ്റ നിയമവും ഒരൊറ്റ രാജ്യവുമാണ്. എന്തിനേറെ പറയുന്നു, അറബ് രാജ്യങ്ങളില് ഒരു രാജ്യവും ഒരു നിയമവും അല്ലേ? അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എടുത്താല് ഒരു നിയമവും ഒരു രാജ്യവും അല്ലേ? യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്താൽ ഒരൊറ്റ രാജ്യം ഒരൊറ്റ നിയമമല്ലേ? നമ്മുടെ രാജ്യത്തും ഒരൊറ്റ രാജ്യം ഒരൊറ്റ നികുതി എന്നുള്ളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നടപ്പിലാക്കി കഴിഞ്ഞു. അടുത്ത ഘട്ടമായിട്ട് ഒരൊറ്റ രാജ്യം ഒരൊറ്റ നിയമം എന്നതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുക തന്നെ ചെയ്യോ. അതിലെ കുരുവട്ടങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവർക്ക്, ഇവിടത്തെ നിയമം അംഗീകരിക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോവാം. അല്ലാത്ത ആളുകൾക്ക് ഇവിടെ നിന്ന് പോവുക എന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. ഏതായാലും സുരേഷ് ഗോപി ഇത് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ന്യൂസ് 18 ചാനലിൽ വന്നു. ശബരിമല കേന്ദ്രം ഏറ്റെടുക്കുമെന്നാണ് വ്യക്തമായിട്ട് വരുന്നത്. ഇതിൽ തന്നെ പൊതുവ്യക്തി നിയമം നിലവിൽ വരുമ്പോൾ കേന്ദ്ര ദേവസ്വം വകുപ്പ് ഉണ്ടാകും. ശബരിമല വികസനത്തിന് പ്രധാനമന്ത്രിക്ക് വ്യക്തമായ ആശയമുണ്ട്. ഇതാണ് വാർത്ത. ഇതിനാണ് വലിയ രീതിയിൽ കുരുവട്ടലുമായിട്ട് ആളുകൾ എത്തിയത്. സുരേഷ് ഗോപിയെ തെറി പോലും ആളുകൾ, ഒരു കേന്ദ്രമന്ത്രിയെ സുഡാപ്പികൾ കുരു പോലും പൊട്ടിയിട്ടാണ് തെറി വിളിക്കുന്നത്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആദ്യത്തെ കമന്റ് ആണ്. ഒരു ജലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരു ആദ്യം തൃശ്ശൂരിൽ മെട്രോ വരട്ടെ എന്ന് ഞാൻ വളരെ ലളിതമായിട്ട് ചോദിക്കാം. ഈ വാർത്തയിൽ എന്താ സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? ശബരിമലയെ കേന്ദ്രം ഏറ്റെടുക്കും. അതായത് ഹിന്ദു വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്രമാണ് ഉള്ളത്. അത് കേന്ദ്രം ഏറ്റെടുത്താലേ ശബരിമല നല്ല നിലക്ക് മുന്നോട്ട് പോവും. ലളിതമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ കമന്റ് ഇട്ടവന്റെ മതം ഏതാണെന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇവിടെ മറ്റെല്ലാ മതങ്ങളുടെയും സകല കാര്യങ്ങളും ആ മതപണ്ഡിതന്മാർ, മതവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരാണ് തീരുമാനിക്കുന്നത്. എന്നാൽ ഹിന്ദുവിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ തീരുമാനിക്കുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? അതും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മതങ്ങൾക്ക് എതിരുള്ള
മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നത് ഉൾപ്പെടെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ സംവിധാനം, മതങ്ങളെ പുച്ഛിക്കുന്ന, മതങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു സർക്കാർ ശബരിമലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യഥാർത്ഥ വിശ്വാസികൾക്ക് പ്രശ്നം ഉണ്ടാവൂലേ? എന്നിട്ടും ഹിന്ദു വിശ്വാസികളെ തന്നെ ഏൽപ്പിക്കുമെന്നല്ല പറയുന്നത്, കേന്ദ്രം അത് ഏറ്റെടുക്കും, അതിലൂടെ ഹിന്ദു വിശ്വാസികൾക്ക് സകല സൗകര്യങ്ങളിലേക്കും എത്തിക്കുമെന്ന സുരേഷ് ഗോപി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ശബരിമലയൊക്കെ വിശ്വാസികളെ തന്നെ ഏൽപ്പിക്കണം, അതിന്റെ സകല കാര്യങ്ങളും പിന്നെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്നല്ല പറയുന്നത്. അത് ഈ രാജ്യത്തെ സംവിധാനം തന്നെയല്ലേ, അല്ലാതെ ഏതെങ്കിലും പാർട്ടി ഏറ്റെടുക്കുമെന്നല്ലല്ലോ പറഞ്ഞത്. അതായത് ഈ കമന്റ് ഇട്ടവന്റെയൊക്കെ മതത്തിലെ സകലതും അതുമായി ബന്ധപ്പെട്ട ആളുകള്, അതേസമയം ഹിന്ദുവിന്റെ ഒരു വിഷയം വരുമ്പോഴേക്ക് ഇവരൊക്കെ എന്തിനാ കുരുപൊട്ടുന്നത്? തന്റെ മതം പോക്കറ്റിലോ എന്നിട്ട് മറ്റുള്ളതിലൊക്കെ തന്നെ കൈകടത്തണം എന്നുള്ളൊരു നെറികെട്ട ചിന്താഗതിയുള്ള ആളുകൾക്ക് ഇത്തരം കമന്റുമായിട്ട് ഈ രംഗത്ത് വരാൻ സാധിക്കൂ. ഇതൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇതേ ശൈലിയിൽ ഒരുപാട് കമന്റ് ഉണ്ട്. അടുത്തൊരു കമന്റാണ്, അൽത്താഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. തൃശൂർ കയ്യിൽ നിന്നും പോകാൻ പോകുക, അന്നേരമാണ് ശബരിമലയുടെ കാര്യം നോക്കാൻ വന്നേക്കുന്നത്. എന്തിനാണ് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ഇവരൊക്കെ ഇടപെടുന്നത്? തൃശ്ശൂർ പോവുമോ, കേരളം മൊത്തം സുരേഷ് ഗോപി എടുക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഏതായാലും കാത്തിരുന്ന് കാണാം. അടുത്ത കമന്റാണ്, ഉബഷീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യയിലുള്ള എല്ലാ ആരാധനാലയങ്ങളും എടുക്കാൻ പറ, എന്നിട്ട് VIP ആളുകൾ ഫസ്റ്റ് അവിടെ കയറട്ടെ, അതിനുശേഷം നിന്നെ പോലുള്ള മന്ത്രി പൂങ്കവന്മാർ കയറട്ടെ, അതിനുശേഷം വിശ്വാസികൾ കയറിയാൽ മതി എന്ന് കൂടെ പറ സുരേഷ്. നീ മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി, അമ്പലങ്ങൾ, സിംഗ് മന്ദിർ എല്ലാം ഏറ്റെടുക്കാൻ നോക്ക്. ഇത് ഇത്തരം ജിഹാദികളുടെ ഒരു പ്രത്യേക ശൈലിയാണ്. VIP വരുമ്പോൾ അവർക്കാണ് മുൻഗണന എന്ന്. മക്കയിലേക്ക് പോലും ഉംറക്ക് പോലും ആളുകൾ വരുന്ന സമയത്ത് ഫുൾ സെക്യൂരിറ്റിയോട് കൂടിയിട്ട് ഭീകരവാദിയായിട്ടുള്ള സിറിയയുടെ പുതിയ ഭരണാധികാരി ഈ പറയുന്ന അബു മുഹമ്മദ് അൽ ജോലാനി ഉംറ ചെയ്യാൻ വന്ന സമയത്ത് വളരെ വലിയ VIP പരിവേഷം കൊടുത്തത് ലോകം മൊത്തം കണ്ടതാ. അപ്പോ ഈ സുരക്ഷയൊക്കെ കൊടുക്കുന്ന ആളുകൾക്ക് സുരക്ഷ എല്ലാവരും കൊടുക്കും. അത് ഇന്ന മതം എന്നൊന്നുമില്ല, എല്ലാ മതങ്ങളിലും അതുണ്ട്. അപ്പോ ഞങ്ങളിൽ അതിൽ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നത് എത്ര മണ്ടത്തരമാണ്. യഥാർത്ഥത്തിൽ അതൊക്കെ വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാ? മറ്റു മതങ്ങളെ അപമാനിക്കാന് ഞങ്ങളതാണ് നല്ലത് എന്നൊരു വിഷയം മുന്നോട്ട് വെക്കുക, അതൊക്കെ അങ്ങേറ്റത്തെ പച്ച വർഗീയതയാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയാം. ഞാൻ ഈ ഉംറക്ക് പോകുന്ന കാര്യം ഒന്ന് വെറുതെ പറയുന്നല്ല, ഞാനിവിടെ അതിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഓരോ ആളുകളെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റുകൾ സുരക്ഷ ഒരുക്കൂ, അത് ഏത് മതമാണെങ്കിലോ. അപ്പൊ അതിനെ ഇത് ഞങ്ങളിലില്ല മറ്റേതേ ഉള്ളൂ എന്ന് പറയുന്നത് ഒരു അങ്ങേറ്റത്തെ പച്ച വർഗീയതയാണെന്ന് സകലരും തിരിച്ചറിയാം. അടുത്ത കമന്റാണ്, ഒന്ന് പോള ചെലക്കാതെ നിന്റെ കോപ്പിലെ പ്രസ്താവന രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രിയോടാണ് ഈ പറയുന്നത്. ശബരിമല കേന്ദ്രം ഏറ്റെടുക്കുമെന്നൊക്കെ സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത് ഹിന്ദുവിന്റെ വിശ്വാസം സംരക്ഷിക്കുക കേന്ദ്രമാണെന്ന് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചതിൽ ഇവരൊക്കെ എന്തിനാണ് സുരേഷ് ഗോപിയെ തെറി വിളിക്കുന്നത്? സുരേഷ് ഗോപിയെ ആരാണ് തെറി വിളിക്കുന്നത്? സുരേഷ് ഗോപിയെ തോന്നിയതുപോലെ ചീത്ത പറഞ്ഞ് പരമാവധി അതൊരു പ്രശ്നമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആരാണ്? നല്ല ഒന്നാം തരം സുഡാപ്പികളാണ് എന്നുള്ളത് സകല ആളുകൾ തിരിച്ചറിയണം. അത് വളരെ ലളിതാണ്. അദ്ദേഹത്തിന്റെ ഏതൊരു വാർത്തയായി ബന്ധപ്പെട്ട കമന്റ് ബോക്സ് നോക്കിയാൽ മാത്രം മതി. അടുത്ത കമന്റാണ്, അദാനിയോ അംബാനിയോ ആയിരിക്കും ഏറ്റെടുക്കുക അയ്യപ്പനെ. ഇവിടെ അദാനിക്കും അംബാനിക്കും വലിയ രീതിയിൽ എതിരാ. യഥാർത്ഥത്തിൽ ഇവന്മാരൊക്കെ തന്നെ ഒന്ന് നെറ്റ് പോലും, അതായത് ഇന്റർനെറ്റ് പോലും സുലഭമായിട്ട് ഉപയോഗിക്കൽ തുടങ്ങിയത് ജിയോ വന്നതോട് കൂടിയിട്ടല്ലേ. അതിന്റെ മുമ്പ് എന്തായിരുന്നു? ഇവരൊക്കെ ആരെങ്കിലും ഈ ഇന്റർനെറ്റിൽ വലിയ രീതിയിൽ ഉപയോഗിക്കുമായിരുന്നോ? നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിലൊക്കെ 100% ജിയോ വന്നതോട് കൂടിയിട്ടാണ്. അതായത് ഈ പറയുന്ന അംബാനി അദാനി ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് തന്നെയാണ് വലിയ രീതിയിൽ ഈ ഇന്റർനെറ്റ് സൗകര്യമൊക്കെ കൂടിയിട്ടുള്ളത്. ഇവര് മത്സരിക്കുമ്പോ വൻകിടകൾ മത്സരിച്ച് ആളുകൾക്ക് സൗജന്യം കൊടുത്തതോടുകൂടിയല്ലേ ഇന്റർനെറ്റ് ഇവിടെ വ്യാപകമായിട്ട് ഉപയോഗിക്കൽ തുടങ്ങിയ. ആ നന്ദി പോലും ഇല്ലാതെ അദാനി അംബാനി ഏതൊരു സുഡാപ്പിയോ ചാടി വീണ് അവർക്കെതിരെ കൊരുക്കുന്നത് കാണാം. അടുത്ത കമന്റാണ്, ഈ സംസാരിക്കുന്ന ചെറ്റകൾ കൊള്ളാം. അതായത് ഒരു കേന്ദ്രമന്ത്രിയെ പോലും പച്ചത്തെറി വിളിച്ച് ഇവിടെ സുഡാപ്പികൾ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എന്ത് ധൈര്യത്തിലാണ് രംഗത്തിറങ്ങുന്നത്? രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ, സുരേഷ് ഗോപി എന്ന വ്യക്തിയിലപ്പുറം രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പദവി, ആ പദവിയെ കൂടിയല്ലേ ഈ ചെറ്റ എന്നൊക്കെ വിളിക്കുന്നത്?
ഇവനെയൊക്കെ കൃത്യമായിട്ട് അന്വേഷണം നടത്തണം. ഒരു കേന്ദ്രമന്ത്രിയെ ഇതുപോലെ തെറി വിളിക്കാൻ ഈ സുഡാപ്പികൾക്ക് എവിടെ നിന്നാണ് ധൈര്യം വരുന്നത്? ഇത്തരം ആളുകള് നമ്മുടെ നാടിന് തന്നെ അപകടമാണ്. ഈ ശബരിമലയൊക്കെയായി ബന്ധപ്പെട്ട ഒരു കൊള്ള വിശ്വാസികളെ പറ്റിച്ച് കേരള സർക്കാർ നടത്തുന്നുണ്ട്. അത് യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള ഹിന്ദു വിശ്വാസികള്, ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വിശ്വാസികൾ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ സുരേഷ് ഗോപിയൊക്കെ ഇത് കേന്ദ്രം ഏറ്റെടുക്കും, വലിയ വികസന കാര്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരും, മോദി കൃത്യമായിട്ട് ഇതൊക്കെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോ യഥാർത്ഥ വിശ്വാസികൾ വളരെ വലിയ കയ്യടിയോടുകൂടി തന്നെയാണ് സ്വീകരിക്കുന്നത്. പിന്നെ ഏക സിവിൽ കോഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുരുപൊട്ടുന്ന ആളുകളൊക്കെ തന്നെ നമുക്ക് മാറ്റിവെക്കാം. സാധാരണക്കാരായിട്ടുള്ള രാജ്യത്തോട് ചേർന്നിരിക്കുന്ന മുസ്ലിങ്ങളോട് പറയാനുള്ളത് ഏക സിവിൽ കോഡാണ് മറ്റെല്ലാ രാജ്യങ്ങളിലും ഉള്ളത്. ഒരൊറ്റ രാജ്യം, ഒരൊറ്റ നിയമം. അത് ഈ രാജ്യത്ത് വരുന്നതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് വളരെ വലിയ ഉപകാരമാണ്. പിന്നീട് മുസ്ലിം പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്ക് തോന്നിയതുപോലെ 2, 3, 4 പെണ്ണ് കെട്ടലൊക്കെ അങ്ങ് നിന്ന് കിട്ടും. സ്വത്ത് വീതം വെക്കുന്ന സമയത്ത് ആണിനും പെണ്ണിനും തുല്യമായിട്ട് വീതിക്കും. സ്ത്രീകൾക്കാണ് ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഗുണമുണ്ടാവുന്നത്. രാജ്യത്ത് ഇതിനോടകം തന്നെ മുത്തലാഖ് നിരോധിച്ചു. കറിവേപ്പില പോലെ തന്റെ രാജ്യത്തെ സ്ത്രീകളെ വലിച്ചെറിയാൻ സമ്മതിക്കില്ല എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതൊരു പദ്ധതി ഇവിടെ കൊണ്ടുവരുമ്പോയോ ഒരു മതത്തിനും ഒരു ഉപദ്രവവും ഉണ്ടാവാറില്ല. എന്നാൽ സുഡാപ്പികൾ നിരന്തരം കുരച്ചോണ്ടിരിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് സകലതും പോകുമെന്നുള്ള ഭയത്താലാ. മുസ്ലിം സ്ത്രീകൾക്ക് വലിയ വിദ്യാഭ്യാസവും സകലതും കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ജിഹാദികളുടെ കയ്യിൽ നിന്നൊക്കെ അവർ ഊരിപ്പോവും. അതിപ്പോ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കോ, ഇത് ഇസ്ലാമിലെ നിയമത്തിനെതിരാണോ എന്ന് പറയുന്ന ആളുകളോടൊക്കെ തന്നെ വളരെ ലളിതമായിട്ടുള്ള മറ്റൊരു ചോദ്യമല്ലേ. ശരിയ നിയമപ്രകാരം ക്രിമിനൽ കുറ്റം എന്ന് പറഞ്ഞാൽ കട്ടാൽ കട്ടവന്റെ കൈവെട്ടണം, പീഡിപ്പിച്ചാൽ പീഡിപ്പിച്ചതിനെ എറിഞ്ഞു കൊല്ലണം. ഇതൊന്നും ഇസ്ലാം നിയമപ്രകാരം ഈ ജിഹാദികൾ ഇവിടെ വേണോ എന്ന് പറഞ്ഞ് ആരും ഇവിടെ തെരുവിലിറങ്ങി ഒരു പ്രകടനം നടത്തുന്നില്ലല്ലോ. അതേസമയം 4 പെണ്ണ് കെട്ടണോ എന്നുള്ളത് ഇവിടെ തെരുവിലിറങ്ങുക. ഇതൊന്നും അറിയാതെ കുറെ മുസ്ലിം സ്ത്രീകൾ ഇവർക്ക് വേണ്ടി ഏക സിവിൽ കോഡിനെതിരൊക്കെ രംഗത്തിറങ്ങുന്നത് കാണുമ്പോൾ കോമഡി ആയിട്ടാണ് അതൊക്കെ തോന്നുന്നത്. ഇത് രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും രാജ്യത്തെ എല്ലാ ജനതയുടെയും നല്ലതിനു വേണ്ടിയാണ്. എല്ലാവരും ഒരേപോലെ എന്നുള്ള കൃത്യമായ സന്ദേശം ഉയർത്തുന്നതിന് സമമാണ് ഏക സിവിൽ കോഡൊക്കെ രാജ്യത്ത് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ രാജ്യത്ത് ഏക സിവിൽ കോഡ് വരുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.